ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു അപ്പോളജി ചോദിക്കുകയാണ്. എനിക്ക് ലാസ്റ്റ് വീക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. മോള് പോകുന്ന തിരക്കായിപ്പോയി. അതായത് യൂണിവേഴ്സിറ്റി എല്ലാം തുറന്നു തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ അമ്മമാർക്ക് അറിയാമല്ലോ കുട്ടികളെ വിടുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഇനിയുള്ള വീക്കെല്ലാം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ജേർണി തുടരാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ക്യാബേജ് റോളാണ്. അതായത് ഒരു നോൺ വെജ് റോൾ തന്നെയാണത്. അപ്പോൾ നമുക്കത് കാണാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ക്യാബേജ് റോള് ഒരു ഹെൽത്തി വേർഷനാണ്. ഇത് യൂറോപ്യൻ ഫുഡാണെങ്കിലും പല രീതിയിലുള്ള ഫില്ലിങ് നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാബേജാണ്. ഒരുമാതിരി വലിപ്പമുള്ള ക്യാബേജ് തന്നെ ഇതിനെടുക്കുക. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 200 grams ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതായത് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 3 വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം, ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഇത് അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് കഴിയും അരിഞ്ഞിട്ട്. ഇത് നമ്മൾ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഞാൻ ക്യാബേജ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇതാണ് കോറെന്ന് പറയുക. അതിൻ്റെ ആ ഉൾഭാഗം നമുക്ക് ആവശ്യമില്ല. ഒരു കത്തി വെച്ചിട്ട് ഞാനത് പുറത്തോട്ട് എടുക്കുകയാണ്. അതിൻ്റെ കോറ് അല്ലെങ്കിൽ ലീഫിൻ്റെ സ്റ്റെമ്മെന്ന് പറയുക ഇതിനെ. ഇത് കത്തി വെച്ച് തന്നെ എളുപ്പമായിട്ട് അങ്ങോട്ട് പുറത്തോട്ട് വരും. ഇതുകൊണ്ടോ ഇത് നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് ഈ ലീഫ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇത് ഞാനിനി ചെയ്യുന്നത് ബോയിലിംഗ് വാട്ടറിൽ, ഇപ്പോൾ ഞാൻ ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കും. തിളച്ച ശേഷം വളരെ ശ്രദ്ധിച്ച് തന്നെ ക്യാബേജിനെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് അങ്ങോട്ട് മുക്കി വയ്ക്കാം. അതായത് ഈ ലീഫ് നമുക്കൊന്ന് സോഫ്റ്റായി കിട്ടണം. അതിനാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. 15 മിനിറ്റ് ഞാൻ തിളച്ച വെള്ളത്തിലിടുകയാണത്. ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം മറ്റേ ബേർണറിലോട്ട് മാറ്റി. ആ സമയം കൊണ്ട് നമുക്ക് സവാളയെല്ലാം വഴറ്റിയെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിൽ അതൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റാണ് ക്യാബേജ് വേവേണ്ടത്. അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ആ സമയത്തോട്ട് നമുക്ക് സവാളയെല്ലാം വഴറ്റിയെടുക്കാം. ചോപ്പറിലിട്ടെടുത്ത മിക്സാണ്. അതായത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ലൈറ്റ് ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഒരു 7 മിനിറ്റ്സൊക്കെ ആയപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ട് ഞാനിതിനെ തിരിച്ചിടുകയാണ്. അതായത് ആ ലീഫിൻ്റെ അകത്ത് വരെയും ഈ വെള്ളം ചെന്നിട്ട് അതിനെ സോഫ്റ്റാക്കി എടുക്കണം. ഇത് റാപ്പ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ്സ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. നമ്മുടെ ക്യാബേജ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ 2 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ട്. സവാള എല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടത്. ഇത് അത്ര എരിവില്ല മുളകിന്, നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് അതുകൂടി ഒന്ന് വഴറ്റാം. ഇതൊന്ന് വഴന്ന് വരണം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ടൊമാറ്റോ എല്ലാം കൂടി നോക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇത് കണ്ടോ തിളച്ച് നല്ലവണ്ണം തിളച്ചു. ഇനി ഞാൻ തീ ഓഫ് ചെയ്തു. അതായത് 15 മിനിറ്റ് തിളച്ചു. നമ്മുടെ ക്യാബേജ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. എന്നാലും ഞാനതിനെ മൂടി വെച്ചിട്ട് വയ്ക്കുവാണ്. ഇനിയിപ്പോൾ ഈ ചെറിയ ലീഫൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. അത് വേണേൽ എടുത്ത് മാറ്റാം. ആ സമയത്ത് ഇടയ്ക്ക് നമ്മുടെ സവാള കരിഞ്ഞു പോകരുത്. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. രണ്ടും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടോ ഇനി ഏകദേശം തിളയെല്ലാം നിന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് മാറ്റുകയാണത്. ഇനി അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അതായത് ഒന്ന് തണുത്ത് കിട്ടണം, എന്നാലേ നമുക്ക് കൈ കൊണ്ട് അത് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ.
ആ സമയത്ത് ഞാൻ ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തെടുക്കുകയാണ്. അതായത് ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് ആ ചിക്കനെ ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ മിൻസ്ഡ് ചിക്കൻ നമുക്ക് കിട്ടി. ഇങ്ങനെ അതിട്ട് നമ്മുടെ ഈ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ എല്ലാം വഴന്ന് വന്നതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതായത് ഞാൻ ചതച്ച കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സോയ സോസ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസുമാണ് ഞാൻ ചേർക്കുന്നത്. ഓയിസ്റ്റർ സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് ആയാലും മതി. ഇനി നമുക്ക് ഈ ക്യാബേജിൻ്റെ ലീഫെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട്, ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫോർക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പയ്യെ വിടർത്തിയെടുക്കുക. അതുപോലെ കണ്ടോ, ഇപ്പോൾ എല്ലാം വിടർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 ലീഫെങ്കിലും നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഇതുപോലെ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ ലീഫ് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ 15 മിനിറ്റ് തിളപ്പിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ ഇതിൻ്റെ ക്യാബേജ് നമ്മൾ അകത്ത ഭാഗം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഭാഗമൊക്കെ കളയുക. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതെല്ലാം കളഞ്ഞ ശേഷം നമുക്കിതിനെ ഒരു ചോപ്പറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ബാക്കി ക്യാബേജ് കൂടി നമുക്ക് ഈ മിശ്രിതത്തിൽ ചേർത്തെടുക്കാം. ഇനി കൈ കൊണ്ടിട്ട് നല്ലവണ്ണം അതിനെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ സ്റ്റഫിംഗ് എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ലീഫ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനൊരു തിക്കായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് കത്തി വെച്ചിട്ട് അങ്ങോട്ട് കളയുക, അല്ലെങ്കിൽ അത് പൊതിയാൻ ബുദ്ധിമുട്ടാണ്. റാപ്പ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി അങ്ങോട്ട് റാപ്പ് ചെയ്യാം. ഇതുകൊണ്ടോ, ഈ സൈഡിലോട്ട് ഇത് കയറ്റി വയ്ക്കുക. അതുപോലെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. പൊട്ടുമൊന്നുമില്ല. ക്യാബേജ് ലീഫ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ തിക്കായിട്ടുള്ള ലീഫിൻ്റെ പാർട്ട് നമ്മൾ കളയണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് റാപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ടോ, ഞാനിത് അതാണ് കളയുന്നത്. ഓരോന്നിൻ്റെയും ഞാൻ കളയുന്നുണ്ട്. ഇത്ര ഈ ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 10 റാപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ക്യാബേജ് റോള് നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, റാപ്പെല്ലാം റെഡിയായി. ഇനി ഞാൻ ചെയ്യുന്നത് ക്യാബേജിൻ്റെ ആ വെള്ളം തന്നെയാണ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു അരിപ്പപാത്രം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം ആയാലും മതി. ഒന്ന് ആവി കയറ്റണം നമുക്ക്. അതിനായിട്ട് ഒലിവ് ഓയിൽ ഒന്ന് തടയി കൊടുത്തിട്ട് ഈ ഭാഗം താഴോട്ട് വരണം. അതായത് തുറന്നിരിക്കുന്ന ഭാഗം താഴോട്ട് വയ്ക്കുക. ഇതുപോലെ എല്ലാം നിരത്തി വെച്ച് ഇനി ഞാൻ ഇത് ആവിയിൽ വേവിക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഇത് കുക്കാവണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതായത് ചിക്കനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെന്തിട്ടുണ്ട് നല്ലവണ്ണം. ഇനി അതിനെ ഇതുണ്ടോ, ഇതെല്ലാം എടുത്ത് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് പല രീതിയിൽ നമുക്ക് ഫില്ലിങ് ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ. ഞാനിന്ന് ചിക്കനിലാണ് ചെയ്തത്. ഏത് മീറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു വശം ഒരു 2 മിനിറ്റ് ആയാൽ മതി. അധികം അങ്ങോട്ട് മൊരിഞ്ഞ് ഇതാവേണ്ട ആവശ്യമില്ല ലീഫ് ആയതുകൊണ്ട്. പിന്നെ എല്ലാ വശവും നമുക്ക് മൊരിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ്സ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ടോസ്റ്റ് ചെയ്യാം. ഒലിവ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഹെൽത്തിയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാബേജ് റോൾസ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. അടുത്ത സെറ്റ് കൂടി ഞാനൊന്ന് ആക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലീഫായതുകൊണ്ട്, ക്യാബേജിൻ്റെ ലീഫാണല്ലോ. ക്യാബേജ് ലീഫിന് പൊതുവേ നല്ല കട്ടിയുള്ള ലീഫാണ് കേട്ടോ. പൊട്ടുന്നൊന്നും ആരും പേടിക്കണ്ട. നല്ലൊരു റാപ്പാണിത്. അത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.